പെരുമ്പാവൂരിൽ വൻ കഞ്ചാവ് വേട്ട. 10 കിലോ കഞ്ചാവുമായി അസം സ്വദേശി ഇബ്രാഹിം അലി കുന്നത്തുനാട് എക്സൈസിന്റെ പിടിയിലായി. നാട്ടിൽ നിന്ന് കഞ്ചാവ് എത്തിച്ച് പെരുമ്പാവൂർ മേഖലയിലെ അതിഥി തൊഴിലാളികൾക്ക് വിൽപ്പന നടത്തുക എന്നതായിരുന്നു പ്രതിയുടെ ഉദ്ദേശമെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ എസ് ബിനു. കുന്നത്തുനാട് എക്സൈസ് ഇൻസ്പെക്ടർ എസ് ബിനുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ പരിശോധനയിലാണ് 10 കിലോ കഞ്ചാവുമായി അസം സ്വദേശി ഇബ്രാഹിം അലി പിടിയിലായത്. പെരുമ്പാവൂർ ഈസ്റ്റ് ഒക്കൽ കുന്നക്കാട്ടുമലയ്ക്ക് സമീപം പ്രതിയുടെ താമസ സ്ഥലത്തു നിന്നുമാണ് കഞ്ചാവ് കണ്ടെത്തിയത്. ഇവിടെ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൽ വാടകയ്ക്കാണ് പ്രതി താമസിച്ചു വന്നത്. താമസിക്കുന്ന മുറിക്കുള്ളിൽ 2 പ്ലാസ്റ്റിക് കവറുകളിലാക്കിയാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നതെന്നും വിപണിയിൽ 6 ലക്ഷം രൂപ വില വരുന്ന കഞ്ചാവാണ് പിടിച്ചെടുത്തതെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. 9,800 ആണ് നമുക്ക് ക്വാണ്ടിറ്റി സീസ് ചെയ്യാൻ പറ്റിയത്. ഈ പ്രതി ഇവിടെ വാടകയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഒറ്റയ്ക്കായിരുന്നു, വീട്ടിൽ ഒറ്റയ്ക്ക് വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വീട്ടിൽ നിന്നാണ് പ്രതി താമസിച്ചുകൊണ്ടിരുന്നത്. ഈ വീട്ടിൽ നിന്നാണ് നമുക്ക് ഈ കഞ്ചാവ് സീസ് ചെയ്യാൻ കഴിഞ്ഞത്. ഈ കേസിൻ്റെ തുടരന്വേഷണം ഉണ്ടാവും. അതായത് എവിടുന്ന് എൻ്റെ സോഴ്സ് കണ്ടുപിടിക്കാനുള്ള രീതിയിലുള്ള അന്വേഷണം തുടർന്ന് ഉണ്ടാവും. ആദ്യമായി പെരുമ്പാവൂരിലെത്തിയ ഒരാൾ ഇത്രയും അധികം കഞ്ചാവ് കൊണ്ടുവന്നത് ഇവിടെയുള്ള ആർക്കോ വേണ്ടിയാണെന്ന് സംശയവും ഉയരുന്നുണ്ട്. ഇക്കാര്യങ്ങളെക്കുറിച്ചും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ എസ് ബിനു വ്യക്തമാക്കി. അസമിൽ നിന്നാണ് കൊണ്ടുവന്നെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അതിന്റെ സോഴ്സിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കേണ്ടത്. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.